നമസ്കാരം, ഞാൻ ജയന്താണ്. കുടുംബസ്ത്രീയും കുഞ്ഞാടും ധ്യാൻ ശ്രീനിവാസന്റെ അടുത്ത ബിസിനസ് മൈൻഡ് ചിത്രം ആണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്കാ ബിസിനസ്. ധ്യാൻ ശ്രീനിവാസന് ഇനി എന്തൊക്കെ കാറോ വീടൊക്കെ വാങ്ങാനുണ്ട്. അതുകൊണ്ടായിരിക്കാം പുള്ളി ഇതിലും പോയി തലവെച്ചത്. കുടുംബസ്ത്രീയും കുഞ്ഞാടും, ഈ ഒരു കുടുംബസ്ത്രീ ഓക്കെ മനസ്സിലായി, പക്ഷെ കുഞ്ഞാടിനെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ധ്യാൻ ശ്രീനിവാസനെ കാട്ടി ഒരു പടത്തില് റോളുള്ളത് ഇതില് നമ്മുടെ അന്ന രശ്മ രാജന്റെ പേരായി അഭിനയിച്ച ഒരു പുള്ളിക്കാണ്. പുള്ളി വളരെ മികച്ച റോളാ ചെയ്തേക്കുന്നത്. ഒരു ഗൾഫുകാരനെ പുള്ളി അതിമനോഹരമായി ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. രണ്ട് സന്ദർഭങ്ങളെ അവസാനം കൂട്ടിമുട്ടിച്ച് ഒരു സന്ദർഭത്തിലേക്ക് എത്തിക്കുന്നു. ഇതാണ് സംഭവം. കാര്യം അവസാനമാകുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ അവർ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്ന് തോന്നിപ്പോവും. പക്ഷെ അവരെടുത്ത് ചെയ്ത ഒരു ചതിയാണത്. എന്നാലും ചതി ചെയ്ത ആൾക്ക് ഒരു മനസ്സലിവുണ്ട്. പക്ഷെ ആ ഒരു മനസ്സലിവ് ഇവര് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആളിന് ആ മനസ്സലിവുണ്ട്. പക്ഷെ നമുക്ക് തോന്നിപ്പോവും, ഇത്രയും മനസ്സലിവുള്ള ഒരാളിനെയാണോ ഇവരിങ്ങനെ ചെയ്തത്. നമുക്ക് ആ ആളിന്റെ അവസ്ഥ ആലോചിച്ച് നമുക്ക് ഒരു വിഷമം വരാൻ ചാൻസ് ഉണ്ട്. കലാഭവൻ ഷാജോൺ, മണിയൻ പിള്ള രാജു, സലിം കുമാർ, ജാഫർ ഇടുക്കി, ഒട്ടുമിക്ക നല്ല കഥാപാത്രങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിച്ച് ചെയ്തേക്കുന്ന ഒരു ചിത്രമാണ്. പക്ഷെ ബിസിനസ് മൈൻഡ് കൊണ്ടായിരിക്കാം നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് എനിക്ക് പോണം, നീ പോണ്ട, എനിക്ക് പോണം, നീ പോണ്ട, 2.5 മണിക്കൂർ ഇരുന്ന് കണ്ടിട്ട് പോയാൽ മതി. പിടിച്ചങ്ങനെ നമ്മളെ ഇങ്ങനെ ഇഴപ്പിച്ചൊരു എന്താണ് ഒരു ആമ ഇഴഞ്ഞു പോണ ഒരു സംഭവമില്ല. അതേപോലെയാണ് ഒരു പടം ചെയ്തേക്കുന്നത്. എന്തിനാണ് ഇതിങ്ങനെ കാണിച്ചേക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതില് 2 പാട്ടുണ്ട്. ഇതിൽ ആ ധ്യാൻ ശ്രീനിവാസൻ എന്ന് വെച്ചാൽ ഒരു ഗാനമേള ട്രൂപ്പൊക്കെ ആയി നടക്കുന്ന ഒരു പുള്ളിയാണ്. പക്ഷെ ആ ഒരു പാടുന്ന പാട്ടാണെങ്കിൽ പോലും അവര് വൈറലൊക്കെ ആയി നടക്കുന്ന ടീമാണ് ആ ഒരു ഗാനമേള ട്രൂപ്പ്. പക്ഷെ ആ ഒരു ടീമിൽ നിന്ന് നമുക്ക് ഇതിനെക്കാട്ടിയൊക്കെ അപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ പാട്ടും ഒരു നോർമലിനെ കാട്ടി കുറച്ച് താഴെ നിൽക്കുന്ന രീതിക്കാണ് അതിലൊരു 2 പാട്ടും മേക്ക് ചെയ്തേക്കുന്നത്. ഇപ്പൊ എടുത്തു പറയാൻ വേണ്ടി ഒരു ചിത്രത്തിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്കൊരു 150 രൂപ കൊണ്ട് കൊടുത്ത് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്തായാലും നിരാശയായിരിക്കും. പിന്നെ ഇതില് അവസാന ടൈമിൽ ഒരു കോമഡി ഉണ്ട്. ഒരാളും കൂടെ ഉണ്ട്, ഗിന്നസ് ബക്രു. പുള്ളി കുറേ നാൾക്ക് ശേഷം ഈ ഒരു പടത്തിൽ കാണുന്നു. പുള്ളി ഒരു നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. പഴയ പല പടങ്ങൾ കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു ശൈലിയിലാണ് പുള്ളി വീണ്ടും. പുതിയ മാറ്റങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് പഴയ നല്ല ചിത്രങ്ങൾ കണ്ട ഒരു റെഫറൻസ് ഓർമ്മ വരും. പുള്ളിയുടെ ഒരു സീനുണ്ട് ഇതില് പുള്ളിയും പിന്നെ ഇതിലെ ഒരു നമ്മുടെ ദുബായ്ക്കാരനുമായിട്ടുള്ള ഒരു സീനുണ്ട്. അതൊരു നല്ലൊരു നമുക്കൊന്ന് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു കോമഡിയാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കോമഡി ആണെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റൂ. അല്ലൊക്കെ ജസ്റ്റ് കോമഡി. എന്തായാലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്കെന്തായാലും പടം കണ്ടു. എനിക്കതൊരു ലാഗായിട്ടാണ് തോന്നിയത്. ഒരു ചെറിയ സംഭവത്തെ നീട്ടി വെച്ച് അവസാനം അത് ചെയ്ത് തീർത്തു. ഒരു ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ ഒക്കെ ആക്കി ഇറക്കേണ്ട ഒരു സംഭവം, ഒരു ചെറിയ സംഭവം. മേക്കിംഗ് ഒക്കെ എല്ലാം നോർമൽ രീതിക്കുള്ള ഒരു പടം. അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ട് ഒന്നും ഈ ചിത്രത്തിലില്ല.